ഹായ് ഗായ്സ്, അതിലാണ് സൈഡ് ഹസ്റ്റിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപാട് സന്തോഷമുള്ള വാർത്തയാണ്. ജർമ്മനിയെ കുറിച്ചാണ്. ജർമ്മനി പൊളിയല്ലെന്ന് ചോദിച്ചാൽ പൊളിയല്ലേ ജർമ്മനി ഇപ്പോൾ ഏറ്റവും അവരുടെ ഇമിഗ്രേഷൻ ലോസ് വളരെ ലൂസാക്കിയിരിക്കുകയാണ്. ആർക്കും വേണമെങ്കിലും ജർമ്മനിയിൽ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ്. ജോബ് സീക്കർ വിസയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. ജോബ് സീക്കർ വിസയെക്കുറിച്ച് നമ്മൾ വീഡിയോ കണ്ടാണ്. ജർമ്മനിയിലേക്ക് ആർക്കും പോകാൻ നിൽക്കരുത്. അതിപ്പോൾ ഇമിഗ്രേഷൻ ലോസ് കൂടുതൽ ലിബറലാക്കാണ് അവർ. കാരണം കാനഡയിലൊക്കെ ഉണ്ടാകുന്ന ഈ ഒരു മന്ദിപ്പ് ജർമ്മനിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജർമ്മനിയിൽ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ പുതിയൊരു സാധനം ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ഈ വർഷം ജൂൺ 1 മുതൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ടുള്ള എംബസി വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയോ നിങ്ങൾക്ക് ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. 2 വർഷത്തെങ്കിലും വൊക്കേഷണൽ ട്രെയിനിങ് കോഴ്സോ അല്ലെങ്കിൽ ഗ്രാജുവേഷനുള്ള ആർക്കും ജർമ്മനിയിൽ ഒരു ജോലി ഓഫറും ഇല്ലാതെ എത്തിപ്പെടാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിരിക്കണമെന്ന് നിർബന്ധമില്ല. ഇംഗ്ലീഷ് നല്ല പ്രൊഫഷൻ്റ് ആണെങ്കിൽ ജർമ്മൻ ലാംഗ്വേജിൽ ഒന്നെങ്കിൽ പ്രൊഫഷൻ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നല്ല പ്രൊഫഷൻ്റ് ആയിരിക്കണം. അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാനുള്ള നിങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടായിരിക്കണം. നിങ്ങൾക്ക് ആ സ്റ്റേജിൽ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സ്പൗസോ പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെർമനൻറ്റ് റെസിഡൻസിനോ അതിൻ്റെയൊക്കെ ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് ഈ ഒരു കാർഡ് തരും. ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അമേരിക്കയിലെ ഗ്രീൻ കാർഡുമായിട്ടൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല ഇത്. കാരണം ഗ്രീൻ കാർഡിനൊക്കെ നമുക്ക് എന്താ വേണ്ട, ഒരു ഗ്യാരണ്ടീഡ് ജോബ് ഓഫർ വേണം. ഇവിടെ ഒന്നും വേണ്ട, ഒരു ജോബ് ഓഫറും വേണ്ട. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പോയിന്റ് സിസ്റ്റത്തിൽ 6 പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സാധനം നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യുക, എലിജിബിളാണ്. ഈ 6 പോയിന്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. ലാംഗ്വേജ്, അത്യാവശ്യം ഒരു 2 ഇയർ വൊക്കേഷണൽ കോഴ്സ്, 2 വർഷം എക്സ്പീരിയൻസ്, പിന്നെ ഫൈനാൻഷ്യൽ മീൻസ്, പിന്നെ നോ ക്രിമിനൽ റെക്കോർഡ് കൊണ്ട് പറയുന്നില്ല. അത് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റും. അപ്പം എന്തുകൊണ്ട് ഇത് വളരെ ഒരു നൂതനമായ ഒരു ഇതാണ്. ഇപ്പം ഞാനിതേക്കുറിച്ച് കൂടുതൽ പറയാനായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ജർമ്മനിയിൽ എത്താം. 12 മാസം ജർമ്മനി സ്റ്റേ ചെയ്യാം. ഒരു ജോലി ഓഫറും ഇല്ലാതെ പെർമനൻറ്റ് റെസിഡൻസ് പെർമിറ്റിൽ സ്റ്റേ ചെയ്യാം. 1000 യൂറോ ഇൻകം, ഒരു മാസം 1000 യൂറോ ഇൻകം വരെ നമുക്ക് മേടിക്കാം പാർട്ട് ടൈം ജോലി ചെയ്തിട്ട്. വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞാൽ 20 മണിക്കൂർ വർക്ക് പെർമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. കാരണം ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ഉള്ളവർക്ക് 20 മണിക്കൂർ ആഴ്ചയിൽ വർക്ക് ചെയ്യാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോബ് കണ്ടുപിടിക്കാൻ വലിയ കാര്യമാണ്. നിങ്ങൾക്ക് നല്ല ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുൾ ടൈം ജോലിയും കണ്ടുപിടിക്കാം. അവിടെ തന്നെ സെറ്റിൽ ആകാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ ജൂൺ 1 ഇത് ലോഞ്ച് ആകുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് നേരത്തെ ഇതിനു വേണ്ടി പ്രിപ്പയർ ആയിരിക്കാം? പാസ്പോർട്ട്, നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫഷൻസ് തെളിയിക്കുന്ന ഡോക്യുമെൻറ്റ്സ്, IELTS അല്ലെങ്കിൽ ഡുവോലിംഗോ അല്ലെങ്കിൽ ഓക്സ്ഫോർഡിൻ്റെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ, പിന്നെ അതുപോലെയുള്ള ബാക്കി ഡോക്യുമെൻറ്റുകൾ, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സുകളൊക്കെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ജൂൺ 1 ഇത് ലോഞ്ചായി കഴിയുമ്പോൾ നിങ്ങൾക്ക് നേരെ ജർമ്മൻ കോൺസുലേറ്റ് വഴി അല്ലെങ്കിൽ ജർമ്മൻ മിഷൻ എംബ്രോഡ്, ജർമ്മൻ എംബസി അല്ലെങ്കിൽ ജർമ്മൻ കോൺസുലേറ്റ് വഴി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ഫ്രീ ആയി വെക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളുടെ വൊക്കേഷണൽ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസ്, ഫണ്ടിൻ്റെ ഡീറ്റെയിൽസ്, പാസ്പോർട്ട്, ലാംഗ്വേജ് പ്രൊഫഷൻസ് കളിക്കുന്ന രേഖകളൊക്കെ നിങ്ങൾ പ്രിപ്പയർഡ് ആക്കി വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രോസസ് വളരെ വളരെ സിമ്പിളായിരിക്കും. ഒരു എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ലാംഗ്വേജ് പറഞ്ഞു ജർമ്മൻ A1 വേണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് B2 വേണം. ഇത് രണ്ടിൽ ഏതെങ്കിലും മതി. ജർമ്മനും ഇംഗ്ലീഷ് രണ്ടും വേണ്ട. ജർമ്മൻ A1 അല്ലെങ്കിൽ ഇംഗ്ലീഷ് B2 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്ത് ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടി ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞാൽ 12 മാസത്തെ റെസിഡൻസ് പെർമിറ്റാണ് ഈ കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നത്. ആ സമയം കൊണ്ട് നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോബിനോ ഫുൾ ടൈം ജോബിനോ നിങ്ങൾക്ക് തപ്പിക്കണ്ടുപിടിക്കാം. പാർട്ട് ടൈം ജോബിൽ കയറി അല്ലെങ്കിൽ ഫുൾ ടൈം ജോബിൽ കയറി കഴിഞ്ഞാൽ ലോങ്ങർ പീരീഡ് ഓഫ് സ്റ്റേക്കുള്ള ഒരു ഡ്യൂറേഷനുള്ള ഒരു പെർമിറ്റിന് വേണ്ടി നിങ്ങൾ അപ്ലൈ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജർമ്മനി തുടരാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ 12 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് റിന്യൂ ചെയ്യണം. ഇംഗ്ലീഷ് ടെസ്റ്റ് എന്ന് പറയുമ്പം കേംബ്രിഡ്ജ് ടെസ്റ്റ്, IELTS, TOEFL, ഈ 3 ലാംഗ്വേജ് ടെസ്റ്റുകളാണ് അംഗീകൃതമായിട്ടുള്ളത്. കേംബ്രിഡ്ജിൻ്റെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, IELTS, പിന്നെ TOEFL, ഈ 3 ടെസ്റ്റുകളാണ് നമുക്ക് ഇവിടെ ഈ ഓപ്പർച്യൂണിറ്റി കാർഡിന് എലിജിബിൾ ആയിട്ടുള്ളത്. അത് ജർമ്മൻ ആണെങ്കിൽ ടെസ്റ്റ് ഡാഫ് എന്ന ടെസ്റ്റ് ഉണ്ട്, പിന്നെ ഗോത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പിന്നെ ജർമ്മനിയുടെ ലാംഗ്വേജ് ടെസ്റ്റുകൾ വേറെയുണ്ട്. അപ്പോൾ ഇത്തരം ലാംഗ്വേജ് ടെസ്റ്റുകളാണ് ഓപ്പർച്യൂണിറ്റി കാർഡിന് വേണ്ടിയിട്ട് എലിജിബിൾ ആയിട്ടുള്ളത്.
ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടിയിട്ട് നിങ്ങൾ ജർമ്മനി എത്തിക്കഴിഞ്ഞാൽ അവിടെ ഈ ജർമ്മൻ പഠിക്കാൻ വളരെ ഈസിയാണ്. ഇൻ്റഗ്രേഷൻ കോഴ്സുകളൊക്കെ ഒരുപാട് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് ജർമ്മനിലേക്കുള്ള ഒരു കംപ്ലീറ്റ് എൻട്രി പാത്ത് വേ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ജൂൺ 1 ആപ്ലിക്കേഷൻ തുടങ്ങുകയാണ്. ഇപ്പോഴേ നിങ്ങൾ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക, നല്ലോണം റിസർച്ച് എടുക്കുക. ഡീറ്റെയിൽ ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. നല്ലോണം വായിക്കുക, പ്രിപ്പയർഡ് ആകുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ബൈ ബൈ.